ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങളൊരു വൺ ഡേ ട്രിപ്പ് പോകുന്നുണ്ട് തൃശ്ശൂരിലേക്ക്. അപ്പോൾ ഞങ്ങൾ രാവിലെ ഒരു 6:30 കേട്ടോ ഇറങ്ങിയത് വീട്ടിൽ നിന്ന്. പിന്നെ ഒരു 10 മണിയാകുമ്പോഴത്തേനും അവിടെ എത്തി. ഫാമിലി ട്രിപ്പാണ് കേട്ടോ. ഞങ്ങൾ ഫാമിലിയൊക്കെ പാടെയാണ് ട്രിപ്പ് പോകുന്നത്. അപ്പോൾ ഞങ്ങൾ ആദ്യം പോയ സ്ഥലം പീച്ചി ഡാമാണ് കേട്ടോ. പീച്ചി ഡാമിലേക്ക് പോയി അവിടെ എത്തിയിട്ട് ഞങ്ങളൊന്ന് ഫ്രഷൊക്കെ ആയി ഫുഡൊക്കെ കഴിച്ചു. പിന്നെ ഡാമിലേക്ക് ഇറങ്ങിയത്. പിന്നെ അവിടെ കൗണ്ടറിൽ നിന്ന് ടിക്കറ്റ് ഒക്കെ എടുത്ത് ഞങ്ങളെല്ലാവരും ഉള്ളിലേക്ക് കയറാൻ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ കൗണ്ടറിൽ നിന്ന് എല്ലാവർക്കുള്ള ടിക്കറ്റ് എടുത്തു. ഇനി ഞങ്ങൾ അകത്തേക്ക് കയറാണ് ഡാമിൻ്റെ. അപ്പോൾ ഡാമിലേക്ക് കയറാൻ വലിയവർക്ക് 10 കുട്ടികൾക്ക് 5 രൂപയാണ് കേട്ടോ. ഡാമിൻ്റെ പുറത്തത്തെ കാഴ്ചകൾ കാണാൻ നല്ലൊരു ആംബിയൻസ് ആണ്. നല്ല സൂപ്പർ ആംബിയൻസ് ആണ്. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ ഡാമിലെ കാഴ്ചകൾ. ഡാമൊക്കെ കാണാൻ നല്ല സൂപ്പറാണ് കേട്ടോ. സൂപ്പർ ഒരു ആംബിയൻസ് ഒക്കെയാണ് ഡാമിൻ്റെ പരിസരമൊക്കെ കാണാൻ. പിന്നെ നമ്മൾ കയറിയത് ടവറിലേക്കാണ് കേട്ടോ. ടവറിൽ ആദ്യം ഇതുപോലത്തെ ഒരു സ്റ്റെപ്പ് കയറണം. പിന്നെ ഒരു കുത്തനുള്ള സ്റ്റെപ്പാണ് കേട്ടോ. അപ്പോൾ കയറാൻ പറ്റുന്നവർ മാത്രമേ കയറിയുള്ളൂ, അല്ലാത്തവരൊക്കെ താഴെ നിന്നു. അപ്പോൾ ഡാമിൻ്റെ മുകളിൽ കയറിയിട്ട് നമ്മൾ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് കാണുന്ന കാഴ്ചക്ക് വേറൊരു ഭംഗി തന്നെയാണ് കേട്ടോ. ഒരു പ്രകൃതിൻ്റെ ഭംഗിയൊക്കെ കാണണമെങ്കിൽ ഇതുപോലെ ടവറുകളുടെ മേലിൽ നിന്നൊക്കെ കാണണം. അപ്പോഴാണ് ആ പ്രകൃതിൻ്റെ ഭംഗിയൊക്കെ നമുക്ക് ആസ്വദിക്കാൻ പറ്റുള്ളൂ. നല്ലൊരു സൂപ്പർ കാഴ്ചയാണ് കേട്ടോ ടവറിൻ്റെ മുകളിൽ നിന്ന് താഴോട്ട് നോക്കുമ്പോൾ. അപ്പോൾ ടവറിൻ്റെ മുകളിലത്തെ കാഴ്ചകളൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് നമ്മൾ താഴോട്ട് ഇറങ്ങിയിട്ടോ. താഴോട്ട് ഇറങ്ങാൻ നല്ല ബുദ്ധിമുട്ട് തന്നെയാണ്. കയറുന്ന പോലെ തന്നെ ഇറങ്ങാൻ നല്ല ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇത് കയറി ഇറങ്ങൽ ഒരു ഭയങ്കര വലിയ ടാസ്ക് തന്നെയാണ് കേട്ടോ. കയറി ഇറങ്ങണമെങ്കിൽ നല്ല പണിയാണ്. അപ്പോൾ കയറി ഇറങ്ങാനാണ് ഇതിൽ പ്രയാസം. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ പോയത് പാർക്കിലേക്കാണ് കേട്ടോ. അപ്പോൾ കുട്ടികൾക്കും വലിയവർക്കൊക്കെ കളിക്കാൻ പറ്റുന്ന പോലത്തെ നല്ലൊരു പാർക്ക് തന്നെയായിരുന്നു കേട്ടോ. അത്യാവശ്യം കളിക്കാനുള്ള ഐറ്റംസും ഉണ്ടായിരുന്നു. അപ്പോൾ വലിയവരൊക്കെ അവിടെ ഇരുന്ന് ഊഞ്ഞാലാടുന്നുണ്ട്. കുട്ടികൾക്ക് കളിക്കാൻ പറ്റുന്ന ഇതിലൊക്കെ കളിക്കുന്നുണ്ട് കേട്ടോ.
അപ്പോൾ ജെസുട്ടി ഇതാ ദേനൊക്കെ ഓടിക്കളിക്കാൻ കേട്ടോ. ഓടിക്കളിക്കാനൊക്കെ ഒരുപാട് സ്ഥലമുണ്ട് ഇവിടെ. അപ്പോൾ പാർക്കിലേക്ക് ശ്രദ്ധിച്ചിട്ടില്ല. ശ്രദ്ധിച്ചപ്പോൾ ഒരൊറ്റ ഓട്ടമായിരുന്നു കേട്ടോ പാർക്കിലേക്ക്. അപ്പോൾ ഇവിടുന്ന് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു കേട്ടോ. എന്നിട്ട് പിന്നെ ഞങ്ങൾ താഴോട്ട് ഇറങ്ങി. അപ്പോൾ 2-3 ഭാഗത്തേക്ക് പോകാനുള്ളത് കൊണ്ട് തന്നെ പെട്ടെന്ന് ഇറങ്ങണമെന്ന് വെച്ചിട്ട് ഞങ്ങൾ പെട്ടെന്ന് ഇറങ്ങി കേട്ടോ. കൂടുതൽ നേരമൊന്നും കളിച്ചില്ല, കുറച്ച് നേരമൊക്കെ കളിച്ചു. അപ്പോൾ ഈ പീച്ച് ഡാമിൽ വന്ന മെയിനായിട്ടുള്ള പ്രശ്നം ഈ കയറി ഇറങ്ങലാണ് കേട്ടോ. ഒരുപാട് സ്റ്റെപ്പുകൾ കയറി ഇറങ്ങണം നമ്മൾ. പിന്നെ നമ്മളതാ അവിടെ ഒരു ബിൽഡിംഗ് കാണില്ല, അങ്ങോട്ടാണ് കേട്ടോ പോണത്. അവിടെ വരാമെന്നാണ് പറഞ്ഞത് ബസ്. പിന്നെ നമ്മളെല്ലാവരും അങ്ങോട്ട് പോവുകയാണ് കേട്ടോ.